Illustration 8 contract account prepare ചെയ്യുന്ന ഒരു question ആണ്. നമുക്കിത് നോക്കാം. അപ്പോൾ ഈ question ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് വർക്ക് സെർട്ട് ഇത് ഏത് കാറ്റഗറി ആണ് ആദ്യം നോക്കുക. കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണോ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണോ നോക്കുക. ഇത് ഇൻകംപ്ലീറ്റ് ആണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, കാരണം ഇവിടെ വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, മാത്രമല്ല ഈ ക്വസ്റ്റനിൽ ഒരിടത്തും കോൺട്രാക്ട് ഇസ് ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയുന്നില്ല, കോൺട്രാക്ട് പ്രൈസ് എത്രയാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്. ആ ഒരു പോയിന്റ് നമുക്ക് ക്ലിയർ ആയി. ഇനി അടുത്തത് വേറൊരു കാര്യം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, ഇവിടെ ഒന്നും നമുക്ക് വർക്ക് സർട്ടിഫൈഡ് തന്നിട്ടില്ല, വർക്ക് അൺസർട്ടിഫൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്ടി ഇസ് 80% ഓഫ് ദ വർക്ക് സർട്ടിഫൈഡ്. എന്നിട്ട് 1,60,000 എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കാം. അതായത് 1,60,000 എന്ന് പറയുന്നത് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണെങ്കിൽ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1,60,000 into 100 divided by 80. അപ്പൊ ഹിഡൻ ആയി കിടന്ന വർക്ക് സർട്ടിഫൈഡിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. വർക്ക് സർട്ടിഫൈഡ് ഇസ് ഈക്വൽ ടു 1,60,000 into 100 divided by 80. വർക്ക് സർട്ടിഫൈഡും കിട്ടി, വർക്ക് അൺസർട്ടിഫൈഡും കിട്ടി. അപ്പോൾ ഇതെന്തായാലും ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ആണ്, ക്ലിയർ ആയി. ഇനി അടുത്ത കേസ് എന്താ നമുക്ക് നോക്കാനുള്ളത്, ഇത് ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കോൺട്രാക്ട് പ്രൈസിന്റെ 25% കണ്ടുപിടിക്കുക. 5 lakhന്റെ 1/4 പോർഷൻ അല്ലെങ്കിൽ 25% എന്ന് പറയുന്നത് 5 lakhന്റെ 1/4 എന്ന് പറയുന്നത് 1,25,000 ആണ്. അപ്പോൾ 1 lakh. ഇനി വർക്ക് സർട്ടിഫൈഡ് നമുക്ക് അറിയില്ലല്ലോ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ വർക്കിംഗ് നോട്ടാണ് ചെയ്യേണ്ടത്. വർക്കിംഗ് നോട്ടിൽ ഞാനിവിടെ വർക്കിംഗ് നോട്ട് ചെയ്തിട്ടില്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ വെച്ചിട്ട് പറയുന്നത്. വർക്കിംഗ് നോട്ടിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കും വർക്ക് സർട്ടിഫൈഡ് ഇസ് ഈക്വൽ ടു 1,60,000 into 100 divided by 80. അപ്പൊ നമുക്ക് 2 lakh ആണ് വരിക. അത് ആദ്യം എഴുതി വെക്കുക. ഞാനിവിടെ പ്രോബ്ലം ചെയ്യുന്നില്ല, ടെക്സ്റ്റിലെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കേൾക്കുമ്പോൾ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ഒപ്പം എവിടെയെങ്കിലും ടെക്സ്റ്റിലോ നോട്ടിലോ നിങ്ങൾ എഴുതി വെക്കുക. വർക്ക് സർട്ടിഫൈഡ് ഇസ് ഈക്വൽ ടു 1,60,000 into 100 divided by 80. അപ്പൊ 2 lakh വരും. അപ്പൊ വർക്ക് സർട്ടിഫൈഡ് 2 lakh കിട്ടി. കോൺട്രാക്ട് പ്രൈസ് 5 lakh ആണ്. അപ്പൊ എഴുതാ, അടിയിൽ എഴുതാ കോൺട്രാക്ട് പ്രൈസ് ഇസ് 5 lakh, വർക്ക് സർട്ടിഫൈഡ് ഇസ് 2 lakh. ഇനി 1/4 ഓഫ് കോൺട്രാക്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു 1,25,000. അപ്പൊ എന്തായാലും 1/4നേക്കാൾ കൂടുതലാണല്ലോ വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് 2 lakh ഉണ്ടല്ലോ. 1/4 ഓഫ് കോൺട്രാക്ട് പ്രൈസ് ഇസ് 1,25,000 വരുന്നത്. അപ്പൊ എന്തായാലും വർക്ക് സർട്ടിഫൈഡ് ഇസ് മോർ ദാൻ 1/4 ഓഫ് കോൺട്രാക്ട് പ്രൈസ്. ഇനി നമുക്ക് ഹാഫ് ഓഫ് കോൺട്രാക്ട് പ്രൈസ്, ഹാഫ് ഓഫ് കോൺട്രാക്ട് പ്രൈസ് എത്രയാ വരിക? 2,50,000. അപ്പൊ നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് 2 lakh ഉള്ളൂ. അപ്പൊ ഇത് ഏതാ കാറ്റഗറി? ദിസ് ഹിയർ വർക്ക് സർട്ടിഫൈഡ് ഇസ് more than 1/4 but less than 1/2 of contract price. അതാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത്രയും ഭാഗം ചെയ്തിട്ടേ നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പറേഷനിലേക്ക് കടക്കേണ്ട കാര്യമുള്ളൂ. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ ഫ്രം ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ആ ഒരു ഏരിയ തൊട്ടേ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുള്ളൂ. ഇത് ഏത് കാറ്റഗറിയാന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അത് ആദ്യം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വർക്കിംഗ് നോട്ടില് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ ഉറപ്പുവരുത്തുക വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിച്ച് എഴുതി എന്നുള്ളത്. വർക്ക് സർട്ടിഫൈഡ് ഇസ് ഈക്വൽ ടു 1,60,000 into 100 divided by 80, that is equal to 2 lakh. രണ്ട് ഇത് ദാറ്റ് ഈസ് കോൺട്രാക്ട് പ്രൈസിന്റെ 1/4 കാണാം. അപ്പോൾ 1,25,000 വരും. നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് 2 lakh ആണ്. അപ്പോൾ 25%നേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ അടുത്തത് കോൺട്രാക്ട് പ്രൈസിന്റെ 50% കാണാം, അതായത് 1/2 കാണാം. അപ്പോൾ 2,50,000 ആണ്. അതാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് സർട്ടിഫൈഡ് ഇസ് മോർ ദാൻ 1/4 ബട്ട് ലെസ് ദാൻ 1/2 ഓഫ് കോൺട്രാക്ട് പ്രൈസ് എന്നുള്ള കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റും. അതവിടെ എഴുതി വെക്കുക. എന്നിട്ട് എഴുതാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇത് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടി നമുക്ക് ഇനി എന്താ മനസ്സിലാക്കാനുള്ളത്? നെറ്റ് 1/4നേക്കാൾ കൂടുതൽ ഉണ്ടെന്ന 1/2നേക്കാൾ കുറവാണെങ്കിൽ ദ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട് ഇസ് ഈക്വൽ ടു. അപ്പൊ വർക്കിംഗ് നോട്ടിൽ അടുത്ത ഹെഡിങ് എഴുതാം. Amount to be credited to P&L account is equal to. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി നോട്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. ഫസ്റ്റ് യു റൈറ്റ് വർക്ക് സർട്ടിഫൈഡ് ഇസ് ഈക്വൽ ടു 1,60,000 into 100 divided by 80, that is equal to 2 lakh. Next you write 1/4 of contract price is equal to 5 lakh into 1/4, 1,25,000. 1/2 of contract price is equal to 5 lakh into 1/2, that is equal to 2,50,000. Then you write
Here the work certified is more than 1/4 but less than 1/2 of contract price. ഇത്രയും കാര്യങ്ങൾ വർക്കിംഗ് നോട്ടിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ എഴുതുക. So the contract price is equal, the amount to be credited to P&L account is equal to, amount to be credited to P&L account is equal to, formula എന്താ വരിക, notional profit into 1/3 into cash received divided by work certified. ആ ഫോർമുലയും കൂടി എഴുതി വെക്കുക. ഇനി അത്ര എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്താലും മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എമൗണ്ട് കണ്ടുവയ്ക്കാം. അത് നമുക്ക് നോഷണൽ പ്രോഫിറ്റ് അറിയില്ലല്ലോ, നോഷണൽ പ്രോഫിറ്റ് കിട്ടിയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി അത്രയും ഭാഗം എഴുതി വെക്കുക. ഇനി കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ ഐറ്റംസ് നോക്കാം. മെറ്റീരിയൽ കോൺട്രാക്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 80,000 എഴുതാം. ലേബർ കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 70,000 ലേബർ വരും. ഡയറക്ട് എക്സ്പെൻസ് കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 5,000. എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് ഡെബിറ്റ് സൈഡ് 4,000. പ്ലാന്റ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കൊണ്ടുവന്നു എന്നാണ് അർത്ഥം, ഡെബിറ്റ് സൈഡിൽ 20,000. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ 1,000. മെറ്റീരിയൽ അറ്റ് സൈറ്റ് ക്രെഡിറ്റ് സൈഡിൽ 2,000. വാല്യൂ ഓഫ് പ്ലാന്റ് ഓൺ 31st December എന്ന് പറഞ്ഞാൽ പ്ലാന്റ് അറ്റ് സൈറ്റ് എന്നാണ് അർത്ഥം, അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. വേജസ് ഡ്യൂ ഓൺ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ്. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലേബറിലേക്ക് അത് ആഡ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതാം. വേജസ് ഡ്യൂ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഡയറക്ട് എക്സ്പെൻസസ് അക്രൂഡ് ഓൺ 31st December 2012 എന്ന് പറഞ്ഞാൽ ഇതും ഔട്ട്സ്റ്റാൻഡിങ് ഡയറക്ട് എക്സ്പെൻസ് ആണ്. അതും ഒന്നെങ്കിൽ ഡയറക്ട് എക്സ്പെൻസിലേക്ക് ആഡ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് എഴുതാം. ശരിക്കും പറഞ്ഞാൽ ആഡ് ചെയ്ത് എഴുതുന്നതാണ് അതിന്റെ ഭംഗി. വർക്ക് അൺസർട്ടിഫൈഡ് ഇത് ക്രെഡിറ്റ് സൈഡില് ബൈ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് എഴുതിയിട്ട് അവിടെ വർക്ക് സർട്ടിഫൈഡ് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ ആ 2 lakh എഴുതാം. എന്നിട്ട് വർക്ക് അൺസർട്ടിഫൈഡ് 6,000 എഴുതാം. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടിയ ടോട്ടൽ വേണം 2,60,000 നമ്മൾ എവിടെ എഴുതാനായിട്ട്. ഇവിടെ നോക്കി നോക്കൂ. ബൈ വർക്കിംഗ് പ്രോഗ്രസ് വർക്ക് സർട്ടിഫൈഡ് 2 lakh, വർക്ക് അൺസർട്ടിഫൈഡ് 6,000, രണ്ടും കൂടി കൂട്ടി 2,06,000 ആണ് നമ്മുടെ എമൗണ്ട് കോളത്തിൽ നമ്മൾ എഴുതുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ആൻസറിൽ അവർ ചെയ്തിട്ടുണ്ട്. ടു മെറ്റീരിയൽ ലേബറിൽ കണ്ടോ വേജസ് കൂടി ആഡ് ചെയ്തിട്ടാണ് എഴുതിയത്. ഡയറക്ട് എക്സ്പെൻസിൽ അക്രൂഡും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയത്. എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് പ്ലാന്റ് പിന്നെ നോഷണൽ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി റിഫറൻസ് നോക്കാം. അപ്പൊ ഡെബിറ്റ് സൈഡിലാണ് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്, 2,24,000 വരുന്നുണ്ട്. അത് തന്നെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ട് എഴുതാം. ഡിഫറൻസ് വരുന്ന എമൗണ്ടിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് വിളിക്കും, ദാറ്റ് ഇസ് 42,000 വരും. അതായത് ഈ എമൗണ്ട് 80, 72, 5,500, 4,000, 20,000 ഇതെല്ലാം കൂടി ആഡ് ചെയ്ത എമൗണ്ട് 2,24,000 എന്ന് കുറയ്ക്കുമ്പോൾ 42,000 വരും നോഷണൽ പ്രോഫിറ്റ്. ആ നോഷണൽ പ്രോഫിറ്റിനെ ബ്രോഡ് ഡൗൺ ചെയ്യാം. അപ്പൊ ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 42,000 വന്നു. ഈ നോഷണൽ പ്രോഫിറ്റിന്റെ എത്ര പോർഷൻ ആണ് P&L അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവരോട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ടു P&L അക്കൗണ്ട് എന്താ ചെയ്യണ്ടേ, 42,000 into 1/3 into ഇവരിവിടെ 80% എന്നാ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫോർമുല ചെയ്താലും മതി. ഫോർമുല ചെയ്താലും 80% തന്നെ കിട്ടുക. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ 80% വർക്ക് സർട്ടിഫൈഡ് ഇസ് 80% ആണെന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് എളുപ്പ വഴിക്കാണ് ഇവർ 80/100 ചെയ്തത്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്യാം. ക്യാഷ് റിസീവ്ഡ് എത്രയാ, ക്വസ്റ്റ്യനിൽ ക്യാഷ് റിസീവ്ഡ് തന്നിട്ടുള്ളത് 1,60,000 ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 lakh. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 80% തന്നെയാണ് കിട്ടുക. 80/100 തന്നെയാണ് വരിക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇതുപോലെ ചെയ്യണമെന്നില്ല. ഇതും പക്ഷെ അറിഞ്ഞിരുന്നോളൂ. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാഷ് റിസീവ്ഡ് തന്നിട്ടില്ല, അങ്ങനെ ഒരു സന്ദർഭം വന്നു, ആ സ്ഥാനത്ത് 80% ക്യാഷ് റിസീവ്ഡ് ഇസ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വർക്ക് സർട്ടിഫൈഡ് തിരക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് നിങ്ങൾ പഠിച്ച ഫോർമുല ഉപയോഗിച്ചാലും മതി. That is എന്തായിരുന്നു, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഈ സെയിം ആൻസർ വരെ 11,200 കിട്ടും. അപ്പൊ മൊത്തം 42,000 11,200 P&L അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്താൽ ബാക്കിയുള്ള 30,800 വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്ക് പോകും. ഓക്കെ,
ഇതാണ് ഇലസ്ട്രേഷൻ 8 പറയുന്നത്. ഈ പ്രോബ്ലത്തില് വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് ഒന്നും വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് വരയ്ക്കാം. അപ്പൊ വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് വരച്ചാൽ വർക്കിംഗ് പ്രോഗ്രസിന്റെ ഡെബിറ്റ് സൈഡില് ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് 2,06,000 വരും. അതായത് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് 2,06,000 നമ്മൾ എഴുതും. അതുപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസിന്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിൽ ബൈ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയ റിസർവ് എമൗണ്ട് 30,800 എഴുതും. ഡിഫറൻസിനെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് വിളിക്കും. ഇനി ബാലൻസ് ഷീറ്റിൽ ഇത് ഇങ്ങനെ വരുമെന്ന് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ മെറ്റീരിയൽ അറ്റ് സൈറ്റ് എഴുതണം 2,000, പ്ലാന്റ് അറ്റ് സൈറ്റ് എഴുതണം 15,000, പിന്നെ എഴുതേണ്ടത് വർക്ക് by working progress, work certified 2 lakh, work uncertified 6,000. അപ്പൊ 2,06,000 വരും. അതിൽ നിന്ന് റിസർവ് ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് 30,800 ലെസ് ചെയ്യുക. അതേപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്ടി 1,60,000 ലെസ് ചെയ്യുക. ഇത്രയും എമൗണ്ട് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്ത ഈ പാറ്റേണിൽ ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ വർക്കിംഗ് പ്രോഗ്രസ് എങ്ങനെ വരും എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് പ്ലാന്റ് അറ്റ് സൈറ്റ് എഴുതാം, മെറ്റീരിയൽ സൈറ്റ് എഴുതാം. വർക്കിംഗ് പ്രോഗ്രസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് കൂട്ടിയിട്ടുള്ള ടോട്ടൽ ഔട്ടർ കോളത്തിലേക്ക് എഴുതണ്ട, അത് ഉള്ളിൽ തന്നെ എഴുതിയിട്ട് അതിൽ നിന്ന് റിസർവ് കുറയ്ക്കുക. റിസർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺട്രാക്ട് അക്കൗണ്ട് വരച്ചപ്പോൾ റിസർവിലേക്ക് നോഷണൽ പ്രോഫിറ്റ് എത്രയാണോ റിസർവിലേക്ക് മാറ്റി വെച്ചത് അത് കുറയ്ക്കുക. അതുപോലെ ക്യാഷ് റിസീവ് ഫ്രം കോൺട്രാക്ടിങ് കുറയ്ക്കുക. നെറ്റ് റിസൾട്ട് ആണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. താങ്ക് യു.